നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ധ്യാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ധന്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയാകുന്ന എല്ലാ കൃപകൾക്കായി സ്തുതി. വചനം അവിടുത്തേതാകുന്നു, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ദാനമാകുന്നു. ഈ വചനപ്രകാരം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളുടെ വിളിയെയും നിയോഗത്തെയും ഏറെ അർത്ഥവത്തായ രീതിയിൽ മനസ്സിലാക്കുവാൻ എന്നെ ദിവസം അവിടുന്ന് ഇടയാക്കണമേ. കൃപയാൽ ബലപ്പെടുത്തണമേ. മാനവും മഹത്വം നീ അവിടുന്ന് എടുക്കണമേ. സകലവും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിനെ 2 ഭാഗത്തിൽ നമുക്ക് വേർതിരിക്കുവാൻ സാധിക്കും. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ പബ്ലിക് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ വിവരണത്തെ രേഖപ്പെടുത്തുന്നു. ദ പാഷൻ നറേറ്റീവ്സ്. എന്തിനാണ് ഈ ഒരു സുവിശേഷം എഴുതപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം യോഹന്നാൻ തന്നെ 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ മുന്തിരിവള്ളിയും കൊമ്പിന്റെയും ഒരു ഉപമ വെച്ചാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കായ്ക്കുന്നത് പോലെ ക്രിസ്തു എന്ന മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കായ്പാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ക്ഷണിക്കുവാണ് ചെയ്യുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ വിളിയോടെ പ്രവേശിക്കുന്ന പ്രിയ ഷെമാഷന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തു ഈ ശുശ്രൂഷയിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് അർത്ഥവത്തായ ഫലം കായ്ക്കുവാൻ സാധിക്കുന്നതിനെ കുറിച്ചുള്ള 3 തിരിച്ചറിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഫോർ എ ഫ്രൂട്ട്ഫുൾ മിനിസ്ട്രി വി ഷുഡ് ഹാവ് 3 റിയലൈസേഷൻ. 3 തിരിച്ചറിവുകൾ. ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, God's call transcends human weaknesses. God's call transcends human weaknesses. മാനുഷിക പരിമിതിയെ അതിജീവിക്കുന്നതാണ് ദൈവവിളി. ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ പലരെ സംബന്ധിച്ച പല കാരണങ്ങൾ, പല പ്രതീക്ഷകൾ, പല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്ക് പല ഇൻസ്പിറേഷനും റോൾ മോഡൽസും സ്വപ്നങ്ങളും കാണുമായിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം, കുടുംബത്തിന്റെ ആഗ്രഹവും ഒക്കെ കാണുമായിരിക്കാം. എന്നാൽ മിനിസ്ട്രി ഈസ് നോട്ട് ഫൗണ്ടഡ് അപ്പോൺ ഹ്യൂമൻ എബിലിറ്റി, പേഴ്സണാലിറ്റി ഓർ അക്കംപ്ലിഷ്മെന്റ്. നമ്മുടെ കഴിവോ വ്യക്തിത്വമോ നേട്ടമോ ഒന്നുമല്ല ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനം. ഇറ്റ് ബിഗിൻസ് വിത്ത് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയാണ് ഈ ശുശ്രൂഷയിൽ നമ്മളെ നിലനിർത്തുന്നത്, ബലപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് ഗോഡ് ഹു ചൂസസ്, അപ്പോയിന്റ്സ് ആൻഡ് സെൻസ്. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നു, ഈ ശുശ്രൂഷയിലാക്കുന്നു, ഈ ശുശ്രൂഷയിലേക്ക് പറഞ്ഞയക്കുന്നു. ഗ്രീക്ക് പദം എക്സിലിക്കാസ്റ്റെ എന്നുള്ള പദമാണ് ചൂസ് എന്ന വാക്കിന് വേണ്ടി, തെരഞ്ഞെടുക്കപ്പെടുക എന്ന വാക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഡെലിബറേറ്റ്, കെയർഫുൾ ചോയ്സ് ഫ്രം എ ഗ്രൂപ്പ്. സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, യിർമ്യാ പ്രവാചകന്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പൗലോസിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും ജന്മം മുതൽ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരാണ് അവർ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ശിഷ്യനാണ് തന്റെ ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവിടെ ഗുരുവാണ് ശിഷ്യനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയ കഴിവോ വലിയ ക്വാളിഫിക്കേഷനോ മെറിറ്റോ ഉള്ളവരൊന്നുമല്ല. സാധാരണക്കാരാണ്, മീൻപിടുത്തക്കാരും ചുങ്കക്കാരുമാണ്. അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരാജയവും ബലഹീനതകളും പിന്മാറ്റത്തിന്റെ അനുഭവമൊക്കെ അവർ നേരിട്ടവരാണ്. പത്രോസ് യേശു കർത്താവിനെ തള്ളി പറയുന്നുണ്ട്. തോമസ് അവനെ കാണാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്.
എന്നാൽ ഇവരുടെ ഇംപെർഫെക്ഷനിൽ ഇവരെ പെർഫെക്റ്റ് ആക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ തെരഞ്ഞെടുത്ത് അവരുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, എന്നാൽ ദൈവം അവരെ തെരഞ്ഞെടുത്ത് അവരെ ശക്തീകരിക്കുവാണ് ചെയ്യുന്നത്. അവരോട് പറയുവാണ്, നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കി ഞാൻ മാറ്റി തീർക്കും. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടും നമുക്ക് ഇപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിനെ കാണുവാൻ സാധിക്കും. യാക്കോബിനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ തന്റെ പിതാവിനെയും സഹോദരനെയും വഞ്ചിച്ച് സ്വാർത്ഥത്തിൽ ഭയന്ന് ഓടുവാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം അവിടും അവനെ കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. തൻ്റെ ജീവിതത്തിലെ 20 വർഷത്തിന്റെ കഠിനാധ്വാനത്തിന്റെ സമയത്ത് അവനെ ഡിസിപ്ലിൻഡ് ആക്കി യാക്കോബിൽ നിന്ന് ഇസ്രായേലാക്കി മാറ്റി തീർക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ പ്രവർത്തിക്കുവാണ് ചെയ്യുന്നത്. God does not call the qualified, but he qualifies the called. ദൈവം നമ്മളെ ശക്തീകരിക്കുവാണ് ചെയ്യുന്നത്. As a human we are weak, we may be unqualified and we may feel doubtful about our ability, but God is our strength. ദൈവമാണ് ഈ ശുശ്രൂഷയിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. പൗലോസ് തന്റെ ജീവിതത്തിൽ വേദനയിലും നിരാശയിലുമാകുമ്പോൾ ദൈവത്തോട് പറയുന്നുണ്ട്, ഈ രോഗം എന്നിൽ നിന്ന് നീക്കണമേ. എന്നാൽ കർത്താവ് പറയുവാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപയാണ് നിന്നെ ശക്തീകരിക്കുന്നത്. You may feel dejected, lost, failed, but God is there to help you. ദൈവം നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നല്ല അനുഭവം എല്ലാ നിമിഷം കാണണം നിർബന്ധമില്ല. എന്നാൽ അവിടൊക്കെ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഈ ശുശ്രൂഷയിൽ പ്രിയ ബെൻസൺ ഷെമാശൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷയിൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. ദൈവമാണ് ഈ ശുശ്രൂഷയിൽ ബെൻസൺ ഷെമാശനെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറവുകളും ബലഹീനതകളും പരാജയമൊക്കെ വന്നേക്കാം, എന്നാൽ നമുക്ക് വേണ്ടി നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ഈ ഒരു ശുശ്രൂഷയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുവാണ്, God's call is for a divine purpose. ദൈവിക ഉദ്ദേശത്തിനായിട്ടുള്ളതാണ് ഈ ദൈവവിളി. ഇവിടെ പറയുവാണ്, യേശു കർത്താവ് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക മാത്രമല്ല, എന്നാൽ നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? ഫലം കായ്ക്കാൻ വേണ്ടി. ഐ ഹാവ് അപ്പോയിന്റഡ് യു ടു ബെയർ ഫ്രൂട്ട്. എതേക എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം പ്ലേസ്ഡ് ഓർ ലെയ്ഡ് ഓർ സെറ്റ് അപ്പാർട്ട്. ഇതൊരു മിഷന് വേണ്ടിയുള്ള കോളാണ്, ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരു നിയോഗമാണ്. നമുക്കറിയാം, മിഷൻ ഇസ് എ മിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെയാണ് ഈ ദൗത്യം. ബഹുമാനപ്പെട്ട ജോൺ ജോർജ് അച്ഛൻ്റെ വാക്കിൽ പറയുവാണെങ്കിൽ സെറ്റ് അപ്പാർട്ട് ടു ഡിപ്പാർട്ട് എന്നുള്ള വാക്കാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം മുതൽ യേശു കർത്താവിൻ്റെ പാഷൻ നെറേറ്റീവ്സിനെ നമുക്ക് കാണുമ്പോൾ അവിടെ 7 ഡിസ്കോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. 7ാമത്തെ ഡിസ്കോഴ്സിലേക്കാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഈ ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു അധികാരത്തിൻ്റെയോ ഒരു അംഗീകാരത്തിന്റെ നിയോഗമല്ല, എന്നാൽ ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് കാണുവാനാണ് ശിഷ്യന്മാരെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഫലം കായ്ക്കുവാൻ വേണ്ടി, ഈ ഫലം നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷയിലാക്കിയിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ശിഷ്യന്മാരെ യേശു ക്രിസ്തു അയക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതുന്നു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഇതാണ് ഈ ശുശ്രൂഷയുടെ മഹത്വം. അനേകർക്ക് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകരെ സ്പർശിക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, അനേകരെ ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണമാണ് ഈ ശുശ്രൂഷയിൽ നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനോട് ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കും, കൂദാശയുടെ അനുഷ്ഠാനവും കർത്താവിൻ്റെ തിരുമേശയിൽ അനേകരെ
അടുപ്പിക്കുവാനുള്ള വലിയ ദൗത്യം കൂടെ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഈ ഒരു ശുശ്രൂഷയുടെ വിളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവിതങ്ങളെ സ്പർശിക്കുവാനും അവർക്ക് അനേകർക്ക് അവരുടെ ദുഃഖത്തിലും വേദനയിലും നിരാശയിലും ആശ്വാസമായി തീരുവാൻ വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ മൊത്തം വായിക്കുമ്പോൾ തന്റെ മിനിസ്ട്രിയെ കുറിച്ച് ഡൈക്കോനോസ് മിനിസ്ട്രി എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിന്റെ അർത്ഥം സെർവന്റ് മിനിസ്ട്രിയാണ്, ദാസ്യ ശുശ്രൂഷ. എന്നാൽ ഇതിന്റെ ആഴത്തിൽ ഈ വാക്കിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദിയ എന്ന് പറയുന്ന വാക്ക് ത്രൂ, കോനോസ് എന്ന് പറയുന്ന വാക്ക് കോനിയസ് അല്ലെ ഡസ്റ്റ് ആണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇതിന്റെ ഒരു ബേസിക് ട്രാൻസ്ലേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത് ദിസ് മിനിസ്ട്രി ഈസ് എ മിനിസ്ട്രി വിച്ച് ഇസ് ഡൺ ത്രൂ ദ ഡസ്റ്റ്. പൊടിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. ഡസ്റ്റ്, പൊടി എന്ന് പറയുന്നത് നിരാശയുടെയും വേദനയുടെയും ക്ഷീണിപ്പിക്കുന്ന അനുഭവവും നിരുത്സാഹപ്പെടുത്തുന്ന അനുഭവവും സാധ്യത ഇല്ലാത്ത അനുഭവം കൂടെയാണ്. എന്നാൽ ഈ പൊടിയിൽ, ഈ മണ്ണിൽ ഗോതമ്പ് മണി വീണ് ചാകുമ്പോൾ അത് ജീവനുണ്ടാക്കുന്ന, അനേക ഫലമുണ്ടാകുന്ന ഒരു അനുഭവമായിട്ട് മാറിത്തീരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പൊടിയിൽ ജീവന്റെ അംശമുണ്ട്. ഈ അംശത്തെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പ്രിയ ഷെമാശനെ ക്ഷണിച്ചിരിക്കുന്നത്. സാധ്യത ഇല്ലാത്ത ഇടങ്ങളിൽ സാധ്യത കണ്ടെത്തുവാനും ജീവനില്ലാത്ത ഇടങ്ങളിൽ ജീവൻ പകരുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷയിലേക്ക് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സെമിനാരി മുൻ പ്രിൻസിപ്പൽ VS വർഗീസ് അച്ഛന്റെ വാക്കുകൾ കടമെടുക്കുവാണെങ്കിൽ, യു ആർ നോട്ട് കോൾഡ് ടു ബി എ മോണുമെന്റ് ബട്ട് ടു ബി എ മൂവ്മെന്റ്. അതുകൊണ്ട് സെമിനാരിയിൽ കഴിഞ്ഞ 4 വർഷത്തിന്റെ പഠനവും മിഷൻ ഫീൽഡിലെ അനുഭവങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതവും ഇതെല്ലാം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അനേക ജീവിതങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ലൈഫ് ഇൻ ജോൺസ് ഗോസ്പൽ ഈസ് റൂട്ടഡ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ജീവിതത്തെ അടയാളപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ നേട്ടമോ വിജയമോ ഒന്നുമല്ല. എന്നാൽ എത്ര ജീവിതങ്ങളെ സ്പർശിക്കുവാൻ, എത്ര ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, സ്വഭാവത്തിലും ജീവിതത്തിലും ക്രിസ്തുവുമായിട്ട് ചേർക്കുവാൻ നമുക്ക് സാധിച്ചു. അതാണ് ഈ ശുശ്രൂഷയുടെ വിജയം, അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അനേക ജീവിതങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിലൂടെ പ്രിയ ഷെമാശനെ ദൈവം ഇടയാക്കട്ടെ. മൂന്നാമതായിട്ട് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുവാണ്, God's call to sustain ministry. God's call to sustain ministry. ശുശ്രൂഷ നിലനിർത്തുന്ന ദൈവിക വിളി. There is no stand-alone ministry. ഈ ശുശ്രൂഷ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധ്യമല്ല. ഇത് എൻ്റെ മിനിസ്ട്രി അല്ല, ക്രിസ്തുവിന്റെ മിനിസ്ട്രി ആയിട്ട് മാറിത്തീരണം. അതുകൊണ്ട് ഇവിടെ യേശു കർത്താവ് ഓരോ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അവരുടെ രീതിയിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനല്ല ആവശ്യപ്പെടുന്നത്. പിന്നെയോ അവർ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ക്രിസ്തുവിന്റെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ, ഒറ്റ ശുശ്രൂഷയായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ ഫലം നിലനിൽക്കത്തുള്ളൂ. അങ്ങനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു അർത്ഥവത്തായ അനുഭവത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നത്? 2 കാര്യം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഇവിടെ പറയുവാണ് ദ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള ഒരു സംസർഗത്തിലൂടെ മാത്രമേ ഈ ശുശ്രൂഷയെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. 4-ാം വാക്യത്തിൽ പറയുവാണ്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഷാൽ അബൈഡ് ഇൻ യു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെനോ എന്ന പദമാണ്. അതിന്റെ അർത്ഥം ടു റിമെയിൻ, ടു ഡ്വെൽ. ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിതമായി ആശ്രയം എടുക്കാൻ ആണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ദൈവവചനത്തെ അനുസരിക്കുന്നവരായി മാറിത്തീരുക. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പൊന്നും വെള്ളിയും ചെമ്പും പൊക്കണവും ഉടുപ്പും ചെരുപ്പും വടിയും ഒന്നും എടുക്കണ്ട, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, അവൻ കരുതിക്കൊള്ളും. ബിലീവ് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. അതാണ് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറിത്തീരുന്നത്. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ ദിവസവും ഈ ശുശ്രൂഷയിൽ അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ശക്തി, ബലം പകരുവാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു,
അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നിലനിർത്തുവാൻ നമുക്ക് ബലവും ശക്തിയും പകരുവാണ് ചെയ്യുന്നത്. 15-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് വീണ്ടും യേശു കർത്താവ് ശിഷ്യത്വത്തിന് ഒരു പുതിയ ധാരണ നൽകുവാണ് ചെയ്യുന്നത്. ഇവിടെ പറയുവാണ്, ഇനി മുതൽ നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ സ്നേഹിതരാണ്. ദാസന്മാർക്ക് ചില പരിമിതികളുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കുന്നില്ല. എന്നാൽ സ്നേഹിതരായി തീരുമ്പോൾ ഒന്നും മറയ്ക്കാതെ എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് ബിക്കംസ് ആൻ എലിവേറ്റഡ് ഡിഗ്നിഫൈഡ് മിനിസ്ട്രി. ഫെയ്ത്ത്ഫുൾനെസ് ടു ജീസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. 12-ാം വാക്യത്തിൽ വീണ്ടും പറയുവാണ്, കമ്മ്യൂണിയൻ വിത്ത് ദ ബിലീവിംഗ് കമ്മ്യൂണിറ്റി. സമൂഹത്തോട്, വിശ്വാസ സമൂഹത്തോടുള്ള ഒരു സംസർഗം, കൂട്ടായ്മ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുവാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നമ്മൾ ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാണ്. സഭ, മേൽപ്പെട്ട സ്ഥാനം, സഹപട്ടക്കാർ, സുവിശേഷകർ, ശുശ്രൂഷകർ, വിശ്വാസ സമൂഹം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇവിടെ വ്യക്തിപരമായ അനുഭവത്തിന്, വ്യക്തിപരമായ നേട്ടത്തിനോ ജീവിതത്തിനോ ഒരു സാന്നിധ്യമില്ല. There is no individual ministry, but a ministry of togetherness and oneness. ഒരുമയുടെയും കൂട്ടായ്മയുടെയും ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. അവിടെ പ്രിയ ഷെമാഷൻ എടുക്കുന്ന തീരുമാനവും ഷെമാഷന്റെ പ്രവൃത്തിയും ഈ സഭയെയും ആഗോള സമൂഹത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ ഷെമാഷന്റെ വളർച്ച സഭയുടെ വളർച്ചയാണ്, ഷെമാഷന്റെ താഴ്ച സഭയുടെ താഴ്ചയാണ്. ഇത് ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. കത്തുന്ന തീയിൽ നിന്ന് ഒരു തീക്കനൽ എടുത്ത് മാറ്റിക്കളയുമ്പോൾ അത് പെരിയെ കെട്ടുപോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ തിരികെ വെക്കുമ്പോൾ അത് തീജ്വാലയായിട്ട് ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. മാർത്തോമ സഭയുടെ മിഷണറി ചരിത്രത്തിൽ ജീവിതം കൊണ്ടും ഏറ്റെടുത്ത നിയോഗം കൊണ്ടും ചെയ്ത ശുശ്രൂഷ കൊണ്ടും വ്യത്യസ്തമായ ഒരു സാന്നിധ്യം വെച്ച ഒരു വ്യക്തിത്വമാണ് റെവറൻഡ് A.K. ജോർജ് അച്ഛൻ. അച്ഛൻ 1950-കളിൽ തൻ്റെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ നാട്ടിലെ ആലപ്പുഴയിൽ നിന്ന്, സമുദ്രനിലത്തിൽ നിന്ന് 7200 അടിയുടെ മുകളിലുള്ള ഒരു പ്രദേശം, ഇന്ന് ടിബറ്റൻ ബോർഡർ മിഷൻ എന്ന് അറിയപ്പെടുന്ന അവിടുത്തെ മുൻസിയാരി എന്ന പ്രദേശത്ത് യാത്ര ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പാർത്ത് അവർക്ക് ഒരു ജീവൻ നൽകുന്ന, ജീവൻ പകരുന്ന ഒരു മിഷണറിയായി മാറിത്തീരുവാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ യാത്ര സൗകര്യമില്ല, ജീവിക്കുവാൻ അല്ലെ താമസിക്കുവാനുള്ള ഒരു നല്ല ഇടമില്ല, വിദ്യാഭ്യാസത്തിന്റെ പരിമിതിയുണ്ട്, അവിടുത്തെ ഇടങ്ങളിൽ രോഗത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവിടുത്തെ ശുശ്രൂഷ ദൈവം വിളിച്ച വിളിക്കൊത്തുവണ്ണം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അച്ഛന് സാധിച്ചു. അതുകൊണ്ട് അച്ഛൻ ചെയ്ത ആ ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് ഇന്ന് സഭയ്ക്ക് ഒരു ധന്യമായ ശുശ്രൂഷ വേല അവിടെ ഇന്നും നിവർത്തിക്കുവാൻ സാധിക്കുന്നത്. ആ ജനങ്ങളുടെ ഇടയിൽ ഇന്നും അച്ഛൻ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട മിഷണറിയായ ഒരു സാന്നിധ്യമാണ്. അവർ ഇന്നും അച്ഛനെ പ്രാർത്ഥനാപൂർവം ഓർക്കുന്നു. ഇത് സാധ്യമായി തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനില്ലാത്ത ഇടങ്ങളിൽ, പൊടി നിറഞ്ഞ ഇടങ്ങളിൽ ജീവിതത്തിന്റെ അംശങ്ങളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് വിളിച്ചു എന്നുള്ള വലിയ തിരിച്ചറിവോടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അച്ഛന് സാധിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ട ഷെമാഷ, ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും വീഴ്ചകളും ഒക്കെ വന്നു പോകാം. പലപ്പോഴും ഇതിന് ഞാൻ യോഗ്യനാണോ, നിയോഗപ്പെട്ടതാണോ എന്ന് നാം ചിന്തിക്കാം. എന്നാൽ അവിടേക്ക് ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദൈവമാണ് ഷെമാഷനെ ഇന്ന് ഈ ശുശ്രൂഷയിൽ വിളിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ വിളിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. ആ ഫലം ഒരിക്കലും പെട്ടെന്ന് വാടിപ്പോകുന്ന അനുഭവമല്ല, എന്നാൽ എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം അത് ഈ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം
അതിന് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ ശെമാശനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ.